അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട്, വ്ളോഗും ഉണ്ട്. അങ്ങനെ ഇന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മുടി എന്ന് പറയുന്നത് നല്ല ഫ്രിസി, അതായത് നമ്മുടെ ഉടക്കെന്നൊക്കെ പറയത്തില്ലേ, ആ ടൈപ്പാണ്. എത്ര ഉടക്കെടുത്താലും നിൽക്കില്ല. അന്നേരം അതിനൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തണം. അത് മാത്രമല്ല ബാക്കി ഡേ ഇൻ മൈ ലൈഫും കൂടാണ്. നമുക്ക് അതിലേക്ക് പോവാം. അങ്ങനെ രാവിലെ ഞങ്ങൾക്ക് കിഴങ്ങറിയാണ്, അങ്ങനെ ബാലൻസ് ഇരുന്നതാണ് അവിടെ. അത് കഴിഞ്ഞ് ബാക്കി നാളത്തേക്കുള്ള ചപ്പാത്തിയും കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് ബ്രെഡ് പുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്, കാണാത്തവർ പോയി കാണണേ. അപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞുമോൻ ഉറക്കുമായിരുന്നു. ആ ഉറങ്ങുന്ന സമയം കൊണ്ടാണ് ഈ പണിയെല്ലാം ചെയ്യുന്നത് തന്നെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ബാക്കി ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാമെന്ന് വെച്ചു. കാരണം മോൻ എണീറ്റാൽ ഒരു പണിയും നടക്കില്ല. അങ്ങനെ കുറച്ച് പരത്തി ആ പണിയും ഒതുക്കി വെച്ചാൽ നമുക്ക് അത്ര എളുപ്പമാണ്. രാവിലെ ആകുമ്പോൾ എണീറ്റ് അങ്ങ് ചുട്ട് ബാക്കി കറിയും കൂടെ ഉണ്ടാക്കി വെച്ചാൽ അതും കൂടെ ചൂടാക്കിയാൽ മതി രാവിലെ ഇക്കൊക്കെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത്. അങ്ങനെ അത്രയും പരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ മുടി. ഒരു തരത്തി ബാക്കി അങ്ങോട്ട് കൈ കയറത്തില്ല. അതാണ് അവസ്ഥ. എത്ര ചീപ്പിയാലും ഒരു ലോഡ് മുടി പോവുകയും ചെയ്യും, എന്നാൽ ഉടക്ക് മാറുമോ അതുമില്ല. അങ്ങനെ ഞാൻ പുറത്ത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. മുമ്പ് സലൂണിലാണ് പോകുന്നത്. അങ്ങനെ മോനും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മോനെ കൊണ്ടുപോകുന്നില്ല, കാരണം മോനെ കൊണ്ടുപോയാൽ ഒരു പണി നടക്കൂല. അങ്ങനെ താഴെ ഒരു മലയാളി ഫാമിലി ഉണ്ട്, അങ്ങനെ അവരെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ നേരെ ഞാൻ ഏകദേശം എൻ്റെ അടുത്ത് ഒരു 2 മണിക്ക് ചെല്ലാനാണ് അവർ പറഞ്ഞിരുന്നത്. അങ്ങനെ ചെന്നു. മുടിയെല്ലാം നല്ല വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് ഉടക്കും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു 1 ഇയർ ഗ്യാരണ്ടിയാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് സത്യമായിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുടി അങ്ങനെ ചെയ്യുന്നതും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഒരു ചിക്കൻ കറിയൊക്കെ വെച്ചു. ഈ റെസിപ്പിയും ഉടനെ വരുന്നതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ബാക്കി ചോറിൻ്റെ കൂടെ ഈ കൈയൊക്കെ വന്നിട്ട് ഞങ്ങൾ ബാക്കി ചോറും ചമ്മന്തിയും പപ്പടവും സാലഡും ഒക്കെ കൂട്ടി ചോറ് കഴിച്ചു. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ വ്ളോഗ്?